ദിവസവും ഗെയിംസ് കളിക്കുന്ന നമ്മളെപ്പോലെയുള്ളവർക്ക് ലക്ഷങ്ങൾ വരെ സാലറി നൽകുന്ന ജോബ് റോൾസ് ഉണ്ട്. നമ്മളെപ്പോലെയുള്ളവർ ഗെയിംസ് എത്ര സമയമാണെങ്കിലും ലാപ്ടോപ്പ് ഓർ നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ മുന്നിലിരുന്ന് നമ്മൾക്ക് ഇഷ്ടമുള്ള ഗെയിം കളിക്കും. ഇതേ താല്പര്യം നമ്മൾ ചെയ്യുന്ന ജോലിയിലും തോന്നിയാലോ? നമ്മൾക്ക് ഈ ഗെയിംസിൽ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഈ ഗെയിമിംഗ് ഫീൽഡിലും മറ്റു ഫീൽഡിലുമായിട്ട് കുറേ ജോബ്സ് ഉണ്ട്. താല്പര്യമില്ലാത്തൊരു കോഴ്സ് എടുത്ത് വെറുതെ എന്തിനു വേണ്ടി തിളച്ച സാമ്പാർ പോലെ ഓഫീസിൽ പോയിട്ട് വരുന്നതിലും നല്ലത് നമ്മൾക്ക് ഇഷ്ടമുള്ളത് പഠിച്ച് അതിനുള്ള ജോലി ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഗെയിമേഴ്സിന് വേണ്ടിയുള്ള ജോബ്, നമ്മളെപ്പോലെയുള്ള ഗെയിമേഴ്സിന് താല്പര്യം തോന്നുന്ന രീതിയിലുള്ള ഈ ഗെയിമിംഗ് ഫീൽഡിലുള്ള ജോബ്സിനെ കുറിച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ ദിസ് ഈസ് വിച്ചു ഫ്രം ഗെയിമിംഗ് എക്സ്ട്രൻസ് യൂട്യൂബ് ചാനൽ. Let's begin. ഗെയിം ടെസ്റ്റർ അല്ലെങ്കിൽ ക്വാളിറ്റി അഷ്യൂറൻസ് ടെസ്റ്റർ. ഇത് ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ തന്നെയാണ്. ഒരു ഗെയിം ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ എല്ലാ വർക്ക്സും തീർന്ന് പബ്ലിക് റിലീസ് ചെയ്യുന്നതിന് മുന്നേ ഗെയിം ക്വാളിറ്റി ആൻഡ് ഫംഗ്ഷനാലിറ്റീനെ കുറിച്ച് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ ഒരു ജോബ് റോൾ ഉള്ളത്. നമ്മൾക്ക് ഗെയിം റിലീസ് മുന്നേ കളിക്കാൻ വേണ്ടി തരും. ജസ്റ്റ് ഗെയിം കളിച്ച് ക്യാഷ് വാങ്ങിയാൽ മതിയെന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾക്ക് കിട്ടിയ ഗെയിം കളിക്കുന്ന സമയം വെറുതെ കാഷ്വലായിട്ട് ഈ ഗെയിം കളിക്കാൻ പാടില്ല. ഗെയിമിലെ ബഗ്സും ഗ്ലിച്ചസും ഒക്കെ കണ്ടുപിടിക്കണം. ആക്ച്വലി നമ്മൾ ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് ഉണ്ടാവേണ്ടത് ഗെയിം എൻജോയ് ചെയ്യുന്നതിലല്ല, മറിച്ച് ഗെയിമിലെ ഗ്ലിച്ചസ്, ബഗ്സ്, ഗ്രാഫിക്സ്, പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം ഗെയിം പ്ലേനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഗെയിമിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ബഗ്സ് ഗെയിമിനെ ചെറുതായിട്ടും എഫക്റ്റ് ചെയ്യും, അതേസമയം കംപ്ലീറ്റ് ആയിട്ട് അൺപ്ലേയബിൾ ആയിട്ടുള്ള സ്റ്റേജിലോട്ടും കൊണ്ടെത്തിക്കും. സൈബർ പങ്ക് കളിക്കാൻ കിട്ടിയ ഗെയിം ടെസ്റ്റർ ആ സമയത്ത് എന്താണാവോ ചെയ്തത്? സോ നമ്മളിപ്പം ഒരു ബഗ് കണ്ടെത്തിയാൽ അത് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ സർ കാർ ഓടിക്കുമ്പോൾ ബ്രേക്ക് കിട്ടുന്നില്ല എന്ന് പോയി പറയാൻ പറ്റില്ല. അതൊരു പ്രോപ്പർ ഡോക്യുമെൻ്റ് ആക്കണം, റിപ്പോർട്ടാക്കി വേണം കൊടുക്കാൻ. ആ റിപ്പോർട്ടിൽ ഗെയിമിൻ്റെ വേർഷൻ, ഏത് സ്ഥലത്താണ് ആ ബഗ് വന്നത്, പിന്നെ സ്ക്രീൻഷോട്ടോ ഇല്ലെങ്കിൽ മറ്റുള്ള ഫോട്ടേജോ കൊടുക്കണം. എന്നാലേ ഡെവലപ്പേഴ്സിന് പെട്ടെന്ന് ആ ബഗ്ഗോ ഗ്ലിച്ചോ ഫിക്സ് ചെയ്യാൻ പറ്റൂ. ഇത് ഡെവലപ്പേഴ്സിൻ്റെ കയ്യിൽ കിട്ടി ഡെവലപ്പേഴ്സ് അത് ഫിക്സ് ചെയ്തതിന് ശേഷം റീടെസ്റ്റിന് പിന്നെയും ആ ഒരു ഗെയിം നമ്മൾക്ക് കിട്ടും. ഇത് കൂടാതെ റിഗ്രഷൻ ടെസ്റ്റിംഗ്, യൂസർ എക്സ്പീരിയൻസ് ഫീഡ്ബാക്ക്, കോംപ്ലയൻസ് ടെസ്റ്റിംഗ് എന്നിങ്ങനെ വേറെയും റെസ്പോൺസിബിലിറ്റീസ് നമ്മൾക്ക് ലഭിക്കും. ഒരു ഗെയിം കിട്ടിയാൽ എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് കളിക്കും എന്നുള്ളവർക്ക് ഈ ഒരു ജോബ് റോളിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഗെയിം ഡിസൈനർ. ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ഗെയിം ഡിസൈനേഴ്സിനുള്ളത്. ഗെയിം കോൺസെപ്റ്റ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യണം. ഗെയിമിൻ്റെ തീം, സ്റ്റൈലൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓൾസോ സ്റ്റോറി ലൈൻ, സെറ്റിംഗ്, ക്യാരക്ടേഴ്സ്, ഇങ്ങനെ പ്ലെയേഴ്സിന് ഏത് രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് ലഭിക്കുക എന്നത് ഗെയിം ഡിസൈനേഴ്സിൻ്റെ കയ്യിലാണ് ഉണ്ടാവുക. എക്സാമ്പിളിന് ഗെയിം പോസ്റ്റ് അപ്പോക്ലിപ്റ്റിക് ആണോ, RPG ആണോ, ഫസ്റ്റ് പേഴ്സൺ ആണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഗെയിം ഡിസൈനേഴ്സാണ്. ഗെയിം മെക്കാനിക്സ് ഡിസൈൻ ചെയ്യണം. കളിക്കുന്നവർക്ക് ഒരു ചാലഞ്ചിങ്ങും ഇൻട്രസ്റ്റിങ്ങുമായിട്ടുള്ള എക്സ്പീരിയൻസ് ലഭിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. ഇത്രയും മാത്രമല്ലാതെ ഗെയിമിൻ്റെ കംപ്ലീറ്റ് പ്ലാൻ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ ഡെവലപ്പേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ആർട്ടിസ്റ്റ്, പ്രോഗ്രാമേഴ്സ്, റൈറ്റേഴ്സ്, സൗണ്ട് ഡിസൈനേഴ്സ് എന്നിങ്ങനെ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് നമ്മുടെ മൈൻഡിലെ വിഷൻ പ്രാക്ടിക്കലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. ചില കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലുള്ളതുപോലെ പ്രാക്ടിക്കലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ പ്രോപ്പറായിട്ട് മറ്റുള്ള ടീം മെമ്പേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയിരിക്കണം. ഗെയിം ജേർണലിസ്റ്റ് ഓർ റിവ്യൂവർ. ഈ പ്രൊഫഷണൽ വീഡിയോ ഗെയിംസ് ആൻഡ് ഈ ഗെയിമിംഗ് ഇൻഡസ്ട്രിയെക്കുറിച്ച് റിവ്യൂസ്, ആർട്ടിക്കിൾസ്, ന്യൂസൊക്കെ ജനങ്ങൾക്ക് നൽകി അപ്ഡേറ്റഡ് ആയിട്ട് വെക്കുന്നവർക്ക് വേണ്ടിയാണ്. ഒരു ഗെയിം കളിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിലെ ഗെയിം പ്ലേ മെക്കാനിസം, സ്റ്റോറി, സൗണ്ട് ഡിസൈൻ, ഗ്രാഫിക്സ് എന്നൊക്കെ നിരീക്ഷിച്ച് ആ ഗെയിമിലെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഗെയിമേഴ്സിനെ അറിയിക്കണം. ഗെയിംസ് കളിച്ച് അതിനെപ്പറ്റി മാത്രം നോക്കാതെ ഗെയിം ഡെവലപ്പേഴ്സ്, ഈ ഫീൽഡിലുള്ളവരെ ഇൻ്റർവ്യൂവും എടുക്കാം. ഗെയിമിംഗ് ഇവൻറ്റ്സിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് നൽകണം. ഈ ഫീൽഡിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നത് ഗെയിമിംഗ് ഇൻഡസ്ട്രിയെ പറ്റി നമ്മൾ ഡെയിലി അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നതാണ്. എന്നാലേ ജനങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റൂ. നെക്സ്റ്റ് നിങ്ങൾക്ക് നല്ല പരിചയമുള്ളൊരു ഫീൽഡ് തന്നെയാണ് സ്ട്രീമർ ഓർ കണ്ടൻറ് ക്രിയേറ്റർ. ട്വിച്ച്, യൂട്യൂബ് പോലെയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിൽ നമ്മുടെ ഗെയിം പ്ലേ ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഗെയിമിംഗ് റിലേറ്റഡ് കണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിലൂടെയും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. നമ്മളിതിൽ ഫോക്കസ് ചെയ്യേണ്ടത് കാണുന്ന ഓഡിയൻസിനെ എൻഗേജിംഗ് ആയിട്ടും എൻ്റർടൈനിങ്ങുമായിട്ട് വെക്കുന്നതാണ്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത ഉടൻ ക്യാഷ് കിട്ടാൻ തുടങ്ങില്ല. യൂട്യൂബിനാണെങ്കിൽ 3000 വാച്ച് അവേഴ്സും 500 സബ്സ്ക്രൈബേഴ്സും വേണം. അതേപോലെ ഓരോ പ്ലാറ്റ്ഫോമിനും ഓരോ ക്രൈറ്റീരിയ നമ്മൾ ഫോളോ ചെയ്യണം. അതൊക്കെ ഫിനിഷ് ചെയ്യണം. അതിനുശേഷം മാത്രമേ മോണിറ്റൈസേഷൻ ഓണാവൂ. അതിനുശേഷം സൂപ്പർ ചാറ്റ്സിലൂടെയും നമ്മൾക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഗെയിം ആർട്ടിസ്റ്റ് ഓർ ആനിമേറ്റർ. ഈ ഒരു റോളിൽ നമ്മൾ ചെയ്യേണ്ടത് ക്യാരക്ടേഴ്സ്, എൻവിറോൺമെൻറ്റ്, അസറ്റ്സ് എന്നിവ 3D ഓർ 2Dയിൽ ക്രിയേറ്റ് ചെയ്യണം. ഓൾസോ ഐഡിയാസ് സ്കെച്ച് ചെയ്യുന്നതും ഈ ഒരു റോളിലാണ് ഉൾപ്പെടുക.
നമ്മൾ ഇതിനു വേണ്ടി ഫോട്ടോഷോപ്പ്, ഓട്ടോഡെസ്ക്, മായ, ബ്ലെൻഡർ പോലെയുള്ള സോഫ്റ്റ്വെയർസാണ് യൂസ് ചെയ്യുക. ഒരു അസറ്റോ ക്യാരക്ടറോ മോഡൽ ചെയ്യുന്നതിന് മുന്നേ അതിന് കോൺസെപ്റ്റ് ആർട്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം അത് മോഡൽ ചെയ്യണം. ക്യാരക്ടേഴ്സിന് ആനിമേഷൻസും കാര്യങ്ങളും കൊടുക്കണം. ആനിമേറ്റ് ചെയ്യുന്നതിന് മുന്നേ മോഡലോ അസറ്റോ അതിനെ റിഗ് ചെയ്യണം. ഇതിനെല്ലാം സെപ്പറേറ്റ് ആൾക്കാരുണ്ടാവും. ആനിമേഷൻ ചെയ്യാൻ ഒരാളുണ്ടാവും, കോൺസെപ്റ്റ് ആർട്ടിസ്റ്റ് പറയുണ്ടാവും. ചില കമ്പനീസിലൊക്കെ മോഡലിംഗ് ചെയ്യുന്നവർ തന്നെ ടെക്സ്ചറിങ്ങും ചെയ്യുന്നുണ്ട്. അതേപോലെ ചില സ്ഥലത്ത് ടെക്സ്ചറിങ്ങിന് വേറെ ആൾക്കാരും ഉണ്ടാവും. ഗെയിം ഡെവലപ്പർ, ഇവരുടെ റോൾ ഗെയിം പ്രാക്ടിക്കലായിട്ട് ടെക്നിക്കലി കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. മൂവ്മെൻറ്റ് കൺട്രോൾ, കോമ്പാറ്റ്, പസിൽ സിസ്റ്റം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഇവരാണ് പ്ലെയേഴ്സ് എങ്ങനെ ഗെയിം വേൾഡിൽ ഇൻ്ററാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിക്കുക. പ്രോഗ്രാമിംഗ് എന്നത് കോർ എലമെൻ്റ് ആയിട്ടാണ് ഗെയിം ഡെവലപ്പേഴ്സിൻ്റെ ഇടയിൽ കാണുന്നത്. കാരണം എന്ത് പ്രാക്ടിക്കലായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും ഇവർക്ക് കോഡിംഗ് ആവശ്യമാണ്. C++, C#, ജാവ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് പോലെ പൈത്തണൊക്കെ ഗെയിം എഞ്ചിനും ആവശ്യങ്ങൾക്കും ഡിപ്പെൻഡ് ചെയ്ത് മാറും. കോഡിംഗ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പോൾ പല ഗെയിം എഞ്ചിൻസിലും വിഷ്വൽ സ്ക്രിപ്റ്റിംഗ് സപ്പോർട്ട് ആവുന്നുണ്ട്. വിഷ്വൽ സ്ക്രിപ്റ്റിംഗ് എന്താണ്, ഗെയിം എഞ്ചിൻസ് എന്താണ് എന്നതിനൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. സോ ഇത്രയും ജോബ് റോൾസാണ് ഗെയിമേഴ്സ് അല്ലെങ്കിൽ ഈ ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലുള്ളത്. ഇതല്ലാതെ ഇനിയും കുറേ ജോബ്സ് ഉണ്ട്. പക്ഷേ ഞാൻ മെയിനായിട്ടുള്ളതൊക്കെയാണ് ഇതിൽ കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഓരോ റോളിനും എത്ര സാലറി കിട്ടുമെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതേപോലെ ഈ സാലറി എന്നത് എക്സ്പീരിയൻസിന് ഏറ്റ പോലെ കൂടുകയും കുറയും ചെയ്യും. സോ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യൂ. ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. ലൈക്ക് ചെയ്യാൻ റെക്കമെൻഡ്, ചാനൽ സബ്സ്ക്രൈബ് എടുത്തില്ല, ബെല്ലൈക്കൺ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറൊന്നുള്ള വീഡിയോ കാണുന്ന ഇങ്ങോട്ട് ഫ്രം ഗെയിമിംഗ് എക്സ്ട്രൻസ്. പീസ് ഔട്ട്.